ബുസൂലി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂൽ വൈസുൽ കർണി റളിയല്ലാഹു അൻഹു സയ്യിദുനാ വസീലത്തുൽ അസീസ് സുൽത്താനുൽ ആരിഫീൻ. നിർത്തി, പക്ഷെ പണിക്കും പോകില്ല. പണിക്ക് ഞാൻ പോകില്ലേ? ഞാൻ പരികുത്തിരിക്കുന്ന പരിയാണ്. ഞാൻ പണിക്കോതെ പരികുത്തിരിക്കണം 10 വർഷമായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക്. എന്താ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചിരിച്ചൂടെ? ചിരിക്കാം. നമ്മളൊക്കെ പല സംഗമങ്ങളിൽ തമാശ പറയുന്നത് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആത്മീയ മജ്‌ലിസിൽ മഹത്തുക്കളുടെ പേര് പറയുന്ന അവരെ അനുസ്മരിക്കുന്ന ഇത്തരം മജ്‌ലിസിലൊക്കെ കിടന്ന് ഈ സൈസ് കോപ്രായം കാണിക്കുമ്പോഴേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സയ്യിദ് ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ മുന്നേ 2-3 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരു കിണർ കുഴിച്ച കൊടി നട്ടിട്ട് അതിൻ്റെ ചുറ്റും പൈസ ഇട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെല്ലാമായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജനായ ഷാഹിദ് തങ്ങളും അതേ പാത തന്നെ പിന്തുടരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമ്മുടെ മൂല്യങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അദ്ദേഹം ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. നമ്മുടെ അമ്പിയാക്കളുടെയും അതുപോലെ തന്നെ മഹാന്മാരുടെയും ജീവിതങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, അവർ ദിക്ർ ചെല്ലുന്ന സമയത്തെല്ലാം അള്ളാഹുവിനോടുള്ള ഭയത്താൽ അവരുടെ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിലൂടെ പ്രണയം കൊണ്ട്, ഇഷ്ടം കൊണ്ട് അവരുടെ കരളുകൾ, അവരുടെ ഹൃദയം തുടിക്കുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇവർ സലാത്ത് ചെല്ലുന്ന സമയത്ത്, മഹാന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ദിക്റുകളെല്ലാം ചെല്ലുന്ന സമയത്ത് നമുക്ക് അദ്ദേഹം ചിരിച്ച് മക്കാറാക്കിയിട്ട് ഒരു സമൂഹത്തെ മൊത്തം കളിയാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. വലിയ മതപരമായ പഠനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. ഏതൊരു സാധാരണ മുസ്ലിമീങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇതിനെയൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും നമുക്ക് എന്നിട്ടും നമ്മുടെ സഹോദരിമാർ അവിടത്തേക്ക് പോയിട്ട് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കുന്ന പൈസയുടെ തുണ്ടുകൾ അവിടെ കൊണ്ടുപോയി ഇടുന്നത് എന്തിനാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേർ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മോട് വന്ന് പറയാറുണ്ട്, എനിക്ക് ഫضലുണ്ടായിട്ടുണ്ട്, എനിക്ക് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ രണ്ടുപേരും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്കിവിടെ ജീവിക്കണ്ടേ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? നമ്മളെ പടച്ചിറപ്പ് ഇങ്ങോട്ട് ജനിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുമെന്നും നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നും അതെല്ലാം എഴുതി വെച്ചതിന് ശേഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആൾക്കാരുടെ മുന്നിൽ പോകേണ്ടതുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. പോവാം വീഡിയോയിലേക്ക്. عليهم وعلى الضالين آمين. وإلى حضرة عاشق الرسول إمام بزولي رضي الله عنه عاشق الرسول ويسل كرني رضي الله عنه سيدنا ووسيلة العزيز سلطان العارفين أحمد الكبير بفائي قدس الله سقاف العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا എത്രമാത്രം പരിഹസിക്കുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരുവിധം അറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് അദ്ദേഹം ആ സദസ്സിലിരിക്കുന്നത്. മഹാന്മാരുടെ പേരുകൾ പറഞ്ഞ് സലാത്തെല്ലാം ചെല്ലുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്തോ അറിയാതെയോ അങ്ങനെ സംഭവിച്ചു പോയതാവാം എന്നായിരിക്കും നിങ്ങളുടെ കമൻറ്റ് എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, 100% അങ്ങനെ അല്ല. അങ്ങനെ നിങ്ങളത് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. എന്താണ് കാരണം എന്നല്ലേ? എങ്ങനെയാണ് നൂറെ ഹബീബ് തങ്ങൾ ഇത്രയും പ്രശസ്തനായത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇന്ന് 10,000-കണക്കിന് സ്ത്രീകൾ അടങ്ങുന്ന സമൂഹം അങ്ങോട്ട് ഒരു ഒഴുക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെങ്ങനെ ഉണ്ടായി? ഏറ്റവും വലിയ പരസ്യം എന്താണ് എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാക്കുക, ആ വിവാദങ്ങളിലൂടെ കൊഴുത്ത് വളരുക, അങ്ങനെ പ്രശസ്തനാവുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ആത്മീയ മജ്‌ലിസിന് എന്തിനാണ് ഇത്രയും പ്രൊമോഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പ്രൊമോഷനുള്ള ഒരു ആത്മീയ മജ്‌ലിസ് ഇന്ന് കേരളത്തിൽ വേറെ നടക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരുപാട് സഹോദരിമാർ കാണുന്നതാണ് എന്ന് എനിക്കറിയാം.
നിങ്ങൾക്ക് വേദനയാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ചിന്തകൾ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരു കിണറിൽ വീണ തവളയെപ്പോലെ അതിൻ്റെ ചുറ്റും മാത്രം ഇങ്ങനെ ഓടി നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനിയെങ്കിലും നിങ്ങൾക്ക് തിരിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഇത്തരത്തിൽപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ, ഇനി തെറ്റുപറ്റിപ്പോയതാണെങ്കിൽ ഒരിക്കലും അത് അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. അപ്പം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്ലോഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിൽ യാതൊരു തെറ്റും തോന്നിയിട്ടില്ല എങ്കിലല്ലേ അദ്ദേഹം അത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം അത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത് വിവാദമായി കഴിഞ്ഞാൽ ജ്യേഷ്ഠനെപ്പോലെ തന്നെ എനിക്കും തീർച്ചയായിട്ടും ഈ ഒരു രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നുള്ള അദ്ദേഹത്തിൻ്റെ ശുഭപ്രതീക്ഷയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ ഏതായാലും മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി ഏതെങ്കിലും മാന്യമഹാജനങ്ങൾ ഈ ഒരു കാര്യത്തെയും ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റായി രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുകയും അതിനെക്കുറിച്ച് ഞാൻ പറയുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുകയാണ്. വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ ആണ്. ഇതിനെക്കുറിച്ച് മഹാന്മാരായ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അൻസാർ സൗകര്യ ഉസ്താദ് അടക്കമുള്ള, അതുപോലെ തന്നെ റാസാവ് ബ്ലോഗ്സ് അടക്കമുള്ള ഉസ്താദ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ബാധ്യതയാണ് ഇത്. സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വിഭാഗത്തെ മൊത്തം കൊഞ്ഞനം കുത്തുന്ന ഒരു പരിപാടിയായി പോയി എന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് നൂറെ ഹബീബ് തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ശരിയാണ് എന്ന് അദ്ദേഹം തന്നെ ശരിവെക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അവസാനം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഫضല് പറയാനെന്ന് പറഞ്ഞ ഒരു സഹോദരി പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഇപ്പോൾ കുടിയെല്ലാം നിർത്തി പണിക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഉസ്താദിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ ആ മറുപടി, തങ്ങൾ എന്നാണ് അവകാശപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ആ മറുപടി നമുക്ക് കാണാം. ഇവിടെ വന്നിരുന്നു 10 മാസമായി. അപ്പൊ നല്ല കള്ളുടിച്ചിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞു മന്ദിരിച്ചെല്ലാം ചെയ്തപ്പോ 7 മാസം കഴിയണം നിർത്തണേ, നല്ല പണിയൊന്നും തങ്ങളിപ്പോ പറഞ്ഞു. ഇപ്പൊ കള്ളുടി നിർത്തി, പക്ഷെ പണിക്കും പോകില്ല. പണിക്ക് ഞാനും പോകില്ലേ? ഞാൻ പരികുത്തിരിക്കിന്റെ പരിയാണ്. ഞാൻ പണിക്കോതെ പരികുത്തിരിക്കണം 10 വർഷമായി. എന്നിട്ട് തങ്ങൾ പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. തങ്ങൾ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? എനിക്കും പണിയൊന്നുമില്ല, ഞാനും പണിക്കൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ്. അദ്ദേഹം വളരെ സുഭിക്ഷമായിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ നാണയത്തൊട്ടുകൾ അവിടെ കൊണ്ടിട്ട് പാവപ്പെട്ട സഹോദരിമാർ പൊന്നായിട്ടും പവ്യമായിട്ടും പണ്ടമായിട്ടും ക്യാഷായിട്ടും എല്ലാം കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പണിക്ക് പോകാതെ വളരെ ലാവിഷായിട്ട് അങ്ങനെ ജീവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അദ്ദേഹമാണ് അത് പറഞ്ഞത്, ഞാനല്ല. അപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളുകുടിയനാണ്. കള്ളുകുടിയെല്ലാം നിർത്തി വീട്ടിൽ ഇപ്പോൾ പണിക്ക് പോകുന്നില്ല. അതിന് ഉസ്താദ് ഒരുപാട് വെള്ളം മന്ത്രിച്ച് കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ വളരെ ഹാസ്യരൂപേണ ഉസ്താദ് പറഞ്ഞ മറുപടി നിങ്ങൾ കണ്ടു കാണും. ഇതാണ് അവസ്ഥ, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടും സഹോദരിമാർ, ആ സഹോദരി ഇപ്പോൾ ആ സദസ്സിലേക്ക് പോകുന്നത് ഏകദേശം 1 വർഷമായി. സഹോദരി തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ആ ഭർത്താവ് ഇപ്പോഴും ശരിയായി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ ഇനിയും നേരം വെളുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അൻസാർ സൂര്യ ഉസ്താദ് പറഞ്ഞത് വളരെ വളരെ 100% ശരിയായിട്ട് എനിക്ക് തോന്നുകയാണ്. നമുക്ക് ഉസ്താദിൻ്റെ ആ ഒരു പരാമർശവും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള ഉസ്താദിൻ്റെ റിയാക്ഷനും നമുക്കൊന്ന് കാണാം. ووسيلة العزيز سلطان العارفين أحمد الكبير بفائي قدس الله سلطان العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا أعوذ بالله من الشيطان الرجيم الحمد لله رب العالمين الرحمن الرحيم مالك. എന്താ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചിരിച്ചൂടെ? ചിരിക്കാം. നമ്മളൊക്കെ പല സംഗമങ്ങളിൽ തമാശ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആത്മീയ മജ്‌ലിസിൽ മഹത്തുക്കളുടെ പേര് പറയുന്ന അവരെ അനുസ്മരിക്കുന്ന ഇത്തരം മജ്‌ലിസിലൊക്കെ കിടന്ന് ഈ സൈസ് കോപ്രായം കാണിക്കുമ്പോഴേ കാണിക്കണം. ആ കോപ്രായം കാണിക്കൽ മാത്രമല്ല, അത് പൊതുമധ്യത്തിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഇവിടെയൊക്കെ ആ ഒരു മനോഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ സ്വഭാവമാണ് ഇതായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ മഹാന്മാരുടെ അനുസ്മരണത്തിൽ അല്ല അവരെ കുറിച്ച് പറയുന്ന ഒരു സംഗമത്തിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളത് പൊതുമധ്യത്തിൽ എവിടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും. സ്വാഭാവികമായി വിമർശനം വരും. അങ്ങനെ വിമർശനം വരും എന്നറിഞ്ഞിട്ടും ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ?
അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ആരെല്ലാം വിമർശിച്ചാലും ഞങ്ങൾക്ക് ഒരു പുല്ലും ഒരു പിണ്ണാക്കും ഇല്ലാന്നറിയാം. ചക്കരയിലേക്ക് ഈച്ച പൊതിയുന്നത് പോലെ അവരുടെ സമക്ഷത്തിലേക്ക് ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നാട്ടിൽ അന്തവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പൈസ ഇവിടെ കാൽച്ചൂട്ടിക്കൊണ്ടിടുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇവർ ഈ ചിരിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആത്മീയ മജ്‌ലിസിൽ എങ്ങനെയാണ് ഇവർ ഒരു അതാ ശ്രോതാക്കളെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ചിരി. അയ്യേ, എന്ത് മനുഷ്യന്മാർ ഇവരെയൊക്കെ താങ്ങാൻ ഇവിടെ ആളുണ്ടല്ലെന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളാണ് കൂടുതലും സാക്ഷ്യം പറയാന്ന് പറയും. അതായത് അവർ പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന ആൾക്ക് ഫലം ഉണ്ടായി, ഇവർക്ക് നാളുകളായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു, ആ വയറുവേദന ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് സാക്ഷ്യം പറയൽ സാധാരണഗതിയിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ സംഗമങ്ങളിലാണ്, സുവിശേഷ പരിപാടി. ഇതിപ്പം നമ്മുടെ സമുദായത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവരതിന് വിളിക്കുന്ന പേര് ഫദ്ല് പറയാന്ന്. വർഷങ്ങളായിട്ട് ക്യാൻസർ ആയിരുന്നു ഈ സഹോദരിക്ക്. ആ സഹോദരി ഇത് കണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യിക്കുക. എന്തിനാണ് ഈ ആത്മീയതക്ക് പ്രൊമോഷൻ? ഒരു ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിന്റെ ആളുകൾ വന്ന് കൂടൂലേ? ആ പരിസരത്തെങ്കിലും നിൽക്കാൻ പറ്റുമോ? വണ്ടി വെക്കാൻ, വാഹനം വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ? കംപ്ലീറ്റ് ആളായിരിക്കും അവിടെ, ജനനിബിഡമായിരിക്കും ആ ഡോക്ടറിന്റെ കഴിവില്, അല്ലെ? അങ്ങനല്ലേ? ആത്മീയ മജ്‌ലിസിൽ അദ്ദേഹം നല്ല ചികിത്സാരിയാണെങ്കിൽ, വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നന്നായിട്ട് ചികിത്സിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതിന് ആളുകൾക്ക് രോഗശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ആളുകൾ അവരുടെ വന്നു കൊണ്ടുകൂടും. എന്തിനാണ് ഈ പ്രൊമോഷൻ? ഞാൻ ക്യാൻസർ മാറ്റി കൊടുത്തു, ഞാൻ ചോറി മാറ്റി കൊടുത്തു, വർഷങ്ങളായിട്ട് എന്തിനാണ് ഇത് പറയുന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആത്മീയതയ്ക്ക് എന്തൊരു പ്രൊമോഷൻ? നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങളാണെങ്കിൽ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം തരും. എന്ത് നാറിയ പരിപാടിയാണെന്ന് ഈ വൃത്തികെട്ട പരിപാടി. ഒരു മജ്‌ലിസിൽ എന്നിട്ട് കെണുകണെന്ന് കിടിക്കുകയാണ്, എന്നിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ. ഇതിനൊന്നും ദുൽഉഖല എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുന്നതല്ല. നിങ്ങൾ തങ്ങളാണ്, മറ്റാണ്, മറിച്ചാണ് പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഇനി ഇതിൽ കൂടുതൽ തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരേണ്ട യാതൊരു കാര്യവുമില്ല. തീർച്ചയായിട്ടും നമ്മളെക്കാട്ടിലും ബുദ്ധിയും വിവരവും എല്ലാമുള്ള ഒരു ഉസ്താദാണ് ഈ ഒരു കാര്യത്തിൽ പ്രതികരണം നടത്തിയത്. തീർച്ചയായിട്ടും വളരെ 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 നല്ല ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു ഉസ്താദ് പറഞ്ഞത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ തങ്ങളെ വിമർശിക്കുന്നവരെല്ലാവരും വളരെ മോശപ്പെട്ട ആൾക്കാരാണ് എന്ന രീതിയിലാണ് നമ്മുടെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ വളരെ അടുത്ത് തന്നെ ഒരുപാട് പരാമർശങ്ങൾ നമ്മൾ കടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ വിമർശിച്ച ഒരു സ്ത്രീ ഇതിന് മുന്നേ ക്യാൻസർ വന്നിട്ട് പഴുത്തിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിലെ വിമർശിക്കുന്നവരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആർക്കും ഇവിടെ ആരെയും വിമർശിക്കാം. തങ്ങളായതുകൊണ്ട് മാത്രം തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നില്ല. തങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ അന്തസ്സിനും ആ ആഭിജാത്യത്തിനും ഒത്ത രീതിയിലുള്ള ജീവിതം തീർച്ചയായിട്ടും അവർ നമുക്ക് കാണിച്ചു തരണം. എങ്കിൽ മാത്രമേ റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് റെസ്പെക്റ്റ് തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് റെസ്പെക്റ്റ് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ഇതൊരു സമൂഹം മൊത്തം അംഗീകരിച്ചു കൊള്ളണമെന്ന് നിങ്ങൾ പറയുന്നത്, അത് നിങ്ങളുടെ റൂമിൻ്റെ അകത്തിരുന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാമറയും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരല്ല നിങ്ങളുടെ ആൾക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതങ്ങനെ പറഞ്ഞു പോകാം സുഖമായിട്ട്. പക്ഷേ ഉസ്താദ് പറഞ്ഞതുപോലെ ആത്മീയതയ്ക്ക് എന്തിനാണ് ഇത്ര വലിയ പ്രൊമോഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു ഡോക്ടറാണ് എങ്കിൽ അൻസാർ സൂരി ഉസ്താദ് പറഞ്ഞതുപോലെ രോഗികൾ എത്ര ദൂരത്ത് നിന്നാണെങ്കിലും തീർച്ചയായിട്ടും വണ്ടിയും പിടിച്ച് അവിടെ വന്ന് കാണിച്ചിട്ട് തീർച്ചയായിട്ടും പോകുന്നത് നമുക്ക് കാണാം. ഇനി അല്ലാതെ ഏതെങ്കിലും പൊട്ട വൈദ്യന്മാരുടെ അടുത്തേക്കാണ് നമുക്ക് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ വലിയ പരസ്യങ്ങൾ ആവശ്യമാണ്. എന്നാലേ ഒരു പ്രാവശ്യം വന്ന ആൾക്കാർ പിന്നെ വരില്ല. പിന്നെയും പുതിയ ആൾക്കാർ വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പരസ്യം ആവശ്യമാണ്. ആ പരസ്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതിനേക്കാൾ വലിയ വിജയമാണ്. ലക്ഷങ്ങൾ പോയിട്ട് ഇപ്പോൾ കോടികളായി, ഇനി അതും വലുതാവാനാണ് പോകുന്നത്. ഇത്തരത്തിൽപ്പെട്ട സദസ്സിലേക്കൊക്കെ പോകുന്ന സഹോദരിമാരാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സദസ്സിന് മഹാത്മ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലതായാലും ചീത്തയായാലും തീർച്ചയായിട്ടും നിങ്ങളത് എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.